ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു ചെറിയ സ്പെഷ്യൽ വീഡിയോ കൊണ്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും വിഷുവൊക്കെ നന്നായിട്ട് അടിച്ചു പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേര് ഈ സാരി ഡ്രേപ്പിംഗ് വീഡിയോ റിക്വസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ. പക്ഷേ ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ അതുകൊണ്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ഫീൽ ചെയ്യുന്ന എല്ലാ മൊമെൻറ്റ്സും നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾ സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി അങ്ങ് ചെയ്ത് കൂടിയേക്കണേ. കുറച്ചധികം പേരില്ലെങ്കിലും കുറച്ചാളെങ്കിലും എന്നോട് ചോദിച്ചിരുന്നു കേട്ടോ ഈ സാരീൻ്റെ ഡ്രേപ്പിംഗ് വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ളത്. അപ്പം ഇത് ഒരു പച്ചയും വെള്ളയും കോമ്പിനേഷനുള്ള സാരിയാണ്. കിട്ടിലും കോമ്പിനേഷനാണ്. എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ട് എടുത്തൊരു കോമ്പിനേഷൻ കളറാണ് കേട്ടോ. സത്യത്തിൽ ഇതൊരു കോസ്റ്റ്ലി സാരി ഒന്നുമല്ല കേട്ടോ. കുറഞ്ഞ പൈസയ്ക്ക് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ്. സാരിയുടെ വിലയിലല്ലല്ലോ മാറ്റർ, നമ്മളതെങ്ങനെ ക്യാരി ചെയ്യുന്നു എന്നതല്ലേ ഇമ്പോർട്ടൻറ്റ്. ഞാൻ സാരി ഉടുക്കാൻ പ്രൊഫഷണൽ ആയിട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ. സത്യത്തിൽ ഞാൻ അമ്മയുടെ അടുത്തു നിന്നാണ് ഞാൻ ഇത് പഠിച്ചെടുത്തത്. അമ്മയാണ് എനിക്ക് ആദ്യമായിട്ട് സാരി ഉടുക്കാൻ പഠിപ്പിച്ചു തന്നത്. ചെറുപ്പത്തിലൊക്കെ അമ്മ സാരി ഉടുക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ ധീരെ ധീരെ പഠിച്ചത്. ഇന്നും ഞാൻ സാരി ഉടുക്കുമ്പോൾ അമ്മയെ ഓർക്കാറുണ്ട്. കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ സാരി എടുക്കുമ്പോൾ പെറ്റിക്കോട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടണം. അതാണ് അതിൻ്റെ ബേസ്. അതിനുശേഷം സാരി ടെക്ക് ചെയ്യാം സ്ലോ ആയിട്ട് നീറ്റായിട്ട്. പ്ലീറ്റ്സ് എടുക്കുന്നത് എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമാണ്. കാരണം അതാണ് സാരി ലുക്ക് കംപ്ലീറ്റ് ആകുന്നത്. പ്ലീറ്റ്സ് പെർഫെക്റ്റ് ആയിരിക്കണം എന്നില്ല, പക്ഷേ നീറ്റ് ആയാൽ മതി. ഇത് ഞാൻ കാഷ്വലി തന്നെ ചെയ്യുന്ന സ്റ്റൈലാണ്. ഡെയിലി യൂസ് ആയാലും ഫങ്ഷൻ ആയാലും ഇത് കംഫർട്ടബിൾ ആണ്. ആദ്യമായിട്ട് സാരി എടുക്കുമ്പോൾ എനിക്കും വളരെ ടെൻഷനായിരുന്നു. അയ്യോ കറക്റ്റ് ആകുമോ, ലൂസ് ആകുമോ, ഇങ്ങനെ പല പല ഡൗട്ട് ഉണ്ടായിരുന്നു. അവിടെ കാണോ ഇവിടെ കാണോ. പക്ഷെ നമ്മളത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നടക്കാൻ പറ്റും കേട്ടോ. സാരി ഉടുത്ത് നടക്കാനും കൂടി അറിയണം. ചുമ്മാ ഉടുത്താൽ മാത്രം പോരാ, അത് ഉടുത്ത് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നടക്കാനും കൂടി അറിയണം കേട്ടോ. ഇതുപോലെ സിമ്പിളായി തന്നെ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാകാം. എക്സ്പെൻസീവ് ആയിരിക്കണം എന്നില്ല, സിമ്പിൾ ആയാലും എലഗൻ്റ് ആയിരിക്കണം. അതാണ് എൻ്റെ പോളിസി. സാരിയിലൊരു പ്രത്യേക ചാമുണ്ടല്ലേ. എത്ര നമ്മൾ മോഡേൺ ഡ്രസ്സ് ഇട്ടാലും സാരീൻ്റെ ബ്യൂട്ടി അതൊരു വേറെ തന്നെയാണ്. ഇനി നമുക്ക് പല്ലു സെറ്റ് ചെയ്താലോ. പല്ലാണ് ഒരു സാരിയിൽ എൻ്റെ ലുക്ക് ഹൈലൈറ്റ് ചെയ്യുന്നത്. അത് എങ്ങനെ ഫോൾ ആകുന്നു എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് എടുത്ത് ഇങ്ങനെ പല്ലു സെറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടി ഒരു എലഗന്റ് ലുക്ക് വരുന്നത്. ഞാൻ ചൂസ് ചെയ്ത ഈ ഒരു ഗ്രീൻ സാരി എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമായൊരു സാരിയാണ്. ഇതിൽ നല്ലൊരു നാച്ചുറൽ വൈബ് ഉണ്ട്, ഒരു ഫ്രഷ് ഫീൽ ഉണ്ട്. എന്താണെന്നറിയില്ല, ഒരു നമുക്ക് കണ്ണിനൊരു കുളിർമയേകുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. ഈ ഒരു സാരി ഞാൻ വിഷു തീമായിട്ട് സെലക്ട് ചെയ്തൊരു സാരി ആയിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് എല്ലാ ഒക്കേഷൻസിനും ടെമ്പിൾ വിസിറ്റിനും എല്ലാതും എന്താ പറയുക സൂട്ടബിൾ ആവുന്ന ഒരു കോമ്പിനേഷനാണ്. പിന്നെ കുറച്ച് പേര് ബ്ലൗസിനെ കുറിച്ച് നല്ല കോംപ്ലിമെൻറ്റ്സ് എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ. ഈ ബ്ലൗസ് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്താണ്. പക്ഷേ എവിടേക്കോ ചെറിയ പാളിച്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയപ്പോൾ അവിടുന്ന് മെഷീനിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. മെഷീൻ ചെറുതായിട്ടൊരു പണി തന്നു. മെഷീൻ ഒന്ന് കംപ്ലൈൻ്റ് ആയി. അതപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സൂചി നൂലും കൊണ്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ തട്ടിക്കൂട്ടി എടുത്തൊരു ബ്ലൗസാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് സ്ലീവ്ലെസ് ബ്ലൗസിനോട് ഭയങ്കര ഒരു കമ്പാണ് കേട്ടോ. എനിക്ക് എൻ്റെ ഓരോ മൂഡ് അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഉള്ള മൂഡ് ആയിരിക്കില്ല, കുറച്ച് കഴിഞ്ഞാൽ അത് മാറും. ഇപ്പം എനിക്ക് ത്രില്ലിംഗ് ആയിട്ട് തോന്നുന്നത് കുറച്ച് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മളുടെ ഒരു കറക്റ്റ് പാകത്തിനൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതായത് പുറത്ത് വെളിയിലൊക്കെ കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത് ഒരുപാട് പൈസയൊന്നും കളയണ്ടല്ലോ. നമുക്ക് ആ ഒരു കഴിവുള്ളത് കൊണ്ട് നമുക്ക് തന്നെ നമ്മളെ ഇഷ്ടത്തിന് നമ്മളുടെ കറക്റ്റ് അളവിന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതുപോലത്തെ സ്ലീവ്ലെസ് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് ടൈം സാരി ഉടുക്കാൻ പഠിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഹെൽപ്ഫുൾ ആകും. പക്ഷെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണും. ഒരു സാരി ഉടുക്കുന്നതിൻ്റെ ഭംഗി കൊടുക്കുന്ന രണ്ട് കാര്യങ്ങളിലാണ്.
ഒന്ന് നമ്മൾ കറക്റ്റ് നമ്മളുടെ അളവിനുള്ള ബ്ലൗസിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ബ്ലൗസ് പെർഫെക്റ്റ് ആണെങ്കിലാണ് സാരിക്ക് നല്ലൊരു ഭംഗി കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ പ്ലീറ്റ്സ് എടുക്കുന്നത് കുഞ്ഞ് പ്ലീറ്റ്സ് ആയിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എടുക്കണം. അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് എങ്കിൽ പോലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി അതൊന്ന് വേറെ തന്നെയാണ്. ഈ സാരി വന്നിട്ട് അങ്ങനെ ഒരു പെർഫെക്റ്റ് കോട്ടൺ സാരി അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് പ്ലീറ്റ്സ് കറക്റ്റായിട്ട് കിട്ടി. എന്നുവെച്ചാൽ അയൺ ചെയ്യുക അല്ലെങ്കിൽ മീൻസ് പ്ലീറ്റ് ചെയ്ത് വെക്കേണ്ട ഒരു ആവശ്യം വന്നില്ല. നമ്മൾ ഉടുക്കുന്ന സമയത്ത് തന്നെ പ്ലീറ്റ്സ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. എൻ്റെ സാരി ഡ്രേപ്പിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിന്ന് ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഫോട്ടോഷൂട്ടും പിന്നെ കുറച്ച് വീഡിയോസ് എടുക്കലും അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ഒരു സാരി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ നമ്മളെ ടാസ്ക്. അത് കഴിഞ്ഞാലാണ് പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ നല്ല ഉഷാറായിട്ട് കിട്ടുകയുള്ളൂ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയേക്കണേ. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആക്ച്വലി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ലാസ്റ്റ് ഇയർ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇൻ ബിറ്റ്വീൻ എനിക്കൊരു കണ്ടിന്യൂറ്റി ഒന്നും കിട്ടിയില്ല. കുറച്ചൊക്കെ ലൈഫിൽ നമ്മൾ ബിസി ആയി പോകുമല്ലോ. അപ്പോൾ വീഡിയോസ് ഒന്നും കണ്ടിന്യൂസ് ഇടാൻ പറ്റിയില്ല. അതായത് എന്തെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തുടങ്ങും നമ്മൾ ലൈഫിൽ നമുക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്ന് അങ്ങനെ ചില സമയത്ത് നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവരുടെയും ലൈഫിൽ. അതുപോലെ എനിക്ക് ഇടയ്ക്ക് വെച്ചൊരു ഗ്യാപ്പ് വന്നു. അപ്പം ഞാൻ ഈ വർഷം തൊട്ട് ഞാൻ വീണ്ടും തുടങ്ങിയേക്കുവാണ്. അറിയില്ല, ദൈവം സഹായിച്ച് മുന്നോട്ട് പോകാൻ പറ്റണേന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. എൻ്റെ കൂടെ വർക്ക് ചെയ്യണവരാണ് കേട്ടോ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അവർ തന്നെയാണ് ഇപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ വെറുപ്പിക്കുന്നത്. ഇപ്പോൾ എപ്പോഴും ചോദിക്കും വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലേ, വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ. പക്ഷെ നമുക്ക് ആദ്യം നമ്മൾ തുടങ്ങിയിട്ട് പിന്നീട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് തരുന്നത്. എനിക്ക് ഹെയർ സെറ്റ് ചെയ്ത് തന്നത് എൻ്റെ ചേച്ചിയുടെ മോളാണ് കേട്ടോ. അവൾ നന്നായിട്ട് എനിക്ക് ഹെയർ കെട്ടിത്തന്നു. ഞാൻ എപ്പോഴും പറയാറില്ല, എനിക്ക് എല്ലാം കഴിഞ്ഞാൽ പിന്നെ ഹെയർ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ ഏകദേശം എല്ലാ ഡ്രേപ്പിങ്ങും കാര്യങ്ങളും ഹെയർ സെറ്റിങ്ങും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഫൈനൽ ലുക്ക്. അടിപൊളി കളർ കോമ്പിനേഷനാണ്. ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് ഈവനിങ് ആയട്ടോ.